സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയുടെയും നിലനിൽപ്പിന്റെയും കാര്യത്തിൽ ലോകത്തിൽ ഒരു ശക്തിക്ക് മുന്നിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേൽ ഇപ്പോൾ അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമേഷ്യയെ ഒന്നടങ്കം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വലിയ സൈനിക നടപടിക്ക് ഇസ്രയേൽ രൂപം നൽകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ ഇസ്രയേൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടിലാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ഔദ്യോഗിക പൊതുപരിപാടികളെല്ലാം അടിയന്തരമായി റദ്ദാക്കിക്കൊണ്ട് സൈനിക സുരക്ഷാ മേധാവികളുടെ അതീവ രഹസ്യമായിട്ടുള്ള ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. ഇറാനെയും അവരുടെ പ്രോക്സി ഭീകര സംഘടനകളെയും പാഠം പഠിപ്പിക്കാൻ ഇസ്രയേൽ സ്വന്തം നിലയിൽ വലിയൊരു സൈനിക നീക്കത്തിന് സർവസജ്ജമായി കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണത്. ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകൾ നീണ്ട അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകളാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുള്ള സംഘർഷവും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ റദ്ദാക്കപ്പെട്ട ഇസ്രയേൽ സന്ദർശനവും ഈ യോഗത്തിൽ വിശദമായി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ. അമേരിക്കയുടെയോ മറ്റു നാറ്റോ സഖ്യകക്ഷികളുടെയോ തന്ത്രങ്ങൾക്ക് കാത്തു നിൽക്കാതെ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഏകപക്ഷീയമായിട്ടുള്ള പ്രഹരം ഏൽപ്പിക്കാൻ തന്നെയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ തീരുമാനം. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ഇസ്രയേലിന് ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയും ഡ്രോൺ മിസൈൽ ആയുധ ശേഖരവും പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷയിലും ആഗോള സാമ്പത്തിക സ്ഥിരതയിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് തങ്ങളുടെ 4 ഭാഗത്തു നിന്നും വളയാൻ ശ്രമിക്കുന്ന ഇറാന്റെ തന്ത്രങ്ങളെ തകർക്കുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ലബനനിലെ ഇറാൻ അനുകൂല ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ താവളങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള സൈനിക പ്രത്യാക്രമണങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് വലിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അമേരിക്കയുമായി ചേർന്ന് ഇസ്രയേൽ വ്യോമസേന നടത്തിയ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. ഈ പ്രഹരത്തിൽ ഇറാൻ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ സൈനിക ശേഷി പൂർണ്ണമായും നശിച്ചിട്ടില്ലെന്നാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ അവശേഷിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ കൂടി തകർക്കുക അല്ലെങ്കിൽ ലബനനിലേക്ക് വലിയൊരു കരസൈനിക ഓപ്പറേഷൻ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെതന്യാഹു ഇപ്പോൾ അടിയന്തര യോഗങ്ങൾ വിളിക്കുന്നത്. സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു ഭരണകൂടമാണ് തങ്ങളുടേതെന്ന് ഇസ്രയേൽ വീണ്ടും തെളിയിക്കുകയാണ്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ രാജ്യങ്ങൾ ഇറാന്റെ ഭീഷണിയെ ഭയന്ന് ഇസ്രയേലിന്റെ ഈ നിലപാടുകളെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നുമുണ്ട്. ഭീകരതയെ ചർച്ചകളിലൂടെയല്ല മറിച്ച് കടുത്ത സൈനിക നടപടികളിലൂടെ മാത്രമേ നേരിടാൻ കഴിയൂ എന്ന ഇസ്രയേലിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. വരും മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ ശത്രുക്കൾക്ക് മേൽ ഇസ്രയേൽ ഏൽപ്പിക്കാൻ പോകുന്ന ആ നിർണായക പ്രഹരത്തിനായി അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ ലോകം കാതോർക്കുന്നത്.